പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നീ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അത് ഏത് വിഷയം തന്നെയായാലും പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. സമയം നോക്കാതെ നീ പ്രാർത്ഥിച്ചാൽ, അളവ് നോക്കാതെ പരിശുദ്ധ അമ്മ നിന്റെ ഏതാവശ്യങ്ങളും നിലച്ചിരിക്കാത്ത നേരത്ത് നടത്തിത്തരും. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറ്റവും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും വന്നു ചേരേണ്ടതുമായ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കറിയാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും നിലവിളിയും അവിടുന്ന് കേൾക്കണമേ. നിലവിളി കേൾക്കുന്നവളായ അമ്മേ മാതാവേ, എൻ്റെ കഷ്ടതയുടെ നടുവിലും എൻ്റെ യാചനകൾക്ക് ചെവി തരുന്നവനായ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങേപോലെ എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന വേറെ ആരുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വേദനകളിൽ ആശ്വാസമായി അവിടുന്ന് എന്നിലേക്ക് ഇറങ്ങി വരയണമേ. എൻ്റെ വീഴ്ചയിൽ താങ്ങായി എൻ്റെ കൂടെ നടക്കണമേ. അമ്മേ മാതാവേ, അവിടുന്ന് അങ്ങേ പുത്രനിലൂടെ എനിക്ക് നൽകുന്ന സകല കൃപകൾക്കും സകല ദാനങ്ങൾക്കുമായി ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. നീറുന്ന പ്രയാസങ്ങൾക്കിടയിലും അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ദൈവത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തി ജീവിക്കുവാൻ എന്നെ പ്രാപ്തയാക്കണമേ. അമ്മയുടെ സ്നേഹമാകുന്ന കരുത്തിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ എന്നെ പഠിപ്പിക്കണമേ. തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ അനവധിയുണ്ട്. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ചെയ്തു പോയിട്ടുമുണ്ട്. എന്നിരുന്നാലും സകല പാപങ്ങളെയും മായ്ക്കുന്ന അങ്ങയുടെ വെടിപ്പുള്ള ശോഭയാൽ കഴുകി എന്നെയും എൻ്റെ കുടുംബത്തെയും വെണ്മയാക്കണമേ എന്ന് അങ്ങേ തിരുക്കുമാരനോട് അമ്മ പ്രാർത്ഥിക്കണമേ. കരുണാനിധിയായ ഈശോയെ, എൻ്റെ മനസ്സിലെ ഭാരങ്ങളെ അറിയുന്ന, എൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന, പ്രാർത്ഥനയെ കേൾക്കുന്ന കർത്താവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ നിയോഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമാതാവേ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകണമേ. എൻ്റെ കുറവുകളെ പരിഹരിക്കണമേ. എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ദൈവമാതാവേ, ഞങ്ങൾ ചോദിക്കുന്നതും അന്വേഷിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അങ്ങേ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മാധ്യസ്ഥം യാചിച്ച് നിറവേറ്റി തരണമേ. കരുണയുള്ള അമ്മേ, നിന്റെ ദയ കാത്ത് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അങ്ങയുടെ പക്കലേക്ക് കരങ്ങളുയർത്തി നിൽക്കുന്നു. ഞങ്ങളുടെ വേദനകളെ ശമിപ്പിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷകളെ പ്രത്യാശപൂർണവും ഫലദായകവുമാക്കണമേ. കരുണയുള്ള അമ്മേ, നിന്നിൽ മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ആനന്ദവും സന്തോഷവും എത്രയെന്ന് പറഞ്ഞാൽ തീരുകയില്ല. കരുണയുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കുവാൻ വേഗം വരയണമേ. ഞങ്ങളുടെ പ്രതീക്ഷകളെയും പ്ലാനുകളെയും ഫലമണിയിക്കണമേ. ദൈവമാതാവേ, ഞങ്ങൾക്കിപ്പോൾ അടിയന്തിരമായി വന്നിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ.
ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി നിന്റെ സന്നിധിയിലേക്ക് ഏറ്റവും പ്രത്യാശയോടെ ഞങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കാം. അമ്മേ മാതാവേ, അത്ഭുതങ്ങളുടെ ശക്തിയായ അവിടുന്ന് ഞങ്ങൾക്ക് തുണയും സഹായവുമായി കടന്നു വരേണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരേണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിക്കണമേ. ഞങ്ങൾ ചോദിച്ച ഈ ആവശ്യം എത്രയും വേഗം സാധിച്ചു തരുവാൻ അവിടുന്ന് കരുണയും ദയയും കാട്ടണമേ. അങ്ങേ തിരുക്കുമാരൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അമ്മേ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കണമേ. അമ്മേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അഭിലാഷങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന ആവശ്യവും അവിടുന്ന് നിറവേറ്റി തരുമല്ലോ. ദൈവമാതാവേ, ഞങ്ങളെ നിരാശരാക്കരുതേ. നിന്റെ മുൻപിൽ സകല വഴികളും അടഞ്ഞു പോയാലും നീ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ വഴി പരിശുദ്ധ അമ്മ നിനക്കായി തുറക്കുമെന്ന് അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനോവികാരങ്ങളും വിചാരങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവത്തോട് ഞങ്ങൾ ചെയ്തുപോയ വാക്കാലും വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് നൽകണമേ. ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ ജീവിതം ഒരിക്കലും നശിപ്പിച്ചു കളയാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ. ദൈവമാതാവേ, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖത്തിൽ നിന്നും മോഹത്തിൽ നിന്നും ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണമേ. ഈ ലോക ജീവിതം ആഗ്രഹിക്കാതെ അങ്ങേ പിന്തുടർന്ന് അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ലോക ജീവിതം അനുഗ്രഹപ്രദവും പ്രതീക്ഷാ നിർഭരവുമായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മേ, ഞങ്ങളുടെ നാഥേ, ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ആരെയും അവിടുന്ന് അനുവദിക്കരുതേ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും നീതിയോടും വിശ്വസ്തയോടും കൂടി എല്ലാ കാര്യങ്ങളും കർത്തവ്യങ്ങളും നിർവഹിക്കുവാനും ഞങ്ങളെല്ലാവരെയും അമ്മ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളേവരെയും ശക്തിപ്പെടുത്തണമേ. ദൈവമാതാവേ, ദൈവഹിതം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ഞങ്ങളിൽ നിറവേറ്റി തരണമേ. ഞങ്ങളെ പൂർണ്ണമായും കാഴ്ചയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഏവർക്കും അവിടുന്ന് കാവലായിരിക്കണമേ. ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. അമ്മേ മാതാവേ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും പാലിച്ച് ജീവിക്കുവാൻ, അതുവഴി നിത്യജീവൻ അവകാശമാക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് തടസ്സമായതെല്ലാം ഞങ്ങളിൽ നിന്നും അമ്മ നീക്കി തരണമേ. എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെതായി തീർന്ന് മറ്റുള്ളവർക്ക് രക്ഷയായി മാറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയുന്നതിനായി ദൈവമാതാവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള അമ്മേ, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിൽ നിന്നും മോചനം നേടുവാൻ
ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മേ മാതാവേ, പാപത്തിൽ നിന്നും എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, വിടുവിക്കണമേ. എല്ലാ മക്കൾക്കും നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ബോധ്യവും ഞങ്ങളുടെ ശരീരമാകുന്ന ആലയം ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യവും പാപത്തിനടിമപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്കുണ്ടാകുവാനും എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാനും അമ്മയോട് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വന്തം ജീവൻ തന്ന സകല പാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച ക്രിസ്തുവിൻ്റെ മനോഭാവവും ആ ക്രിസ്തുവിൻ്റെ മക്കൾ പൂർണ്ണമായി ക്രിസ്തുവിനെ അറിയുവാനും സ്നേഹിക്കുവാനും യോഗ്യതയും കഴിവുമുള്ളവരായി തീരുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാനും ഒരിക്കലും പാപത്തിനും പാപസാഹചര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കാതിരിക്കുവാനും ദൈവത്തിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും പരിശ്രമിച്ചും നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജീവിത ലക്ഷ്യങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളിലൂടെ വന്നു ചേരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഞങ്ങളിൽ നിന്നും നീക്കണമേ. എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. അമിതമായ സമ്മർദ്ദങ്ങളും മാനസികമായി തളർത്തുന്ന ഞങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മേ മാതാവേ, ഞങ്ങളിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്തണമേ. അങ്ങനെ അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷികളാകുവാനും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ യോഗ്യതയുള്ളവരാകുവാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. ദൈവമാതാവേ, അങ്ങേ പുത്രൻ്റെ സഹായം അവിടുന്ന് യാചിക്കണമേ. അവിടുത്തെ പുത്രനോട് അമ്മ ചോദിച്ചാൽ നൽകാത്തതായി ഒന്നുമില്ലല്ലോ. ദൈവമാതാവേ, അമ്മയിൽ പ്രത്യാശയും ശരണവും വെച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ചതും അപേക്ഷിച്ചതുമായ ഈ പ്രാർത്ഥനയും നിയോഗങ്ങളും അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നിരാശകളും ഞങ്ങളിൽ നിന്നും നീക്കണമേ. കരുണയുള്ള മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ.